കന്യാകുമാരി യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ നമുക്ക് 2 ടിക്കറ്റുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ കന്യാകുമാരിയുടെ വിവേകാനന്ദ മെമ്മോറിയലിലേക്ക് പോകണമെങ്കിൽ എന്തായാലും അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അത് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ലോങ് ക്യൂ ആണ് അവിടെ ഉള്ളത്. ഗ്ലാസ് ബ്രിഡ്ജും കൂടി വന്ന പോയിൻ്റ് ആയതുകൊണ്ട് ഇപ്പം 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്തേക്കുള്ളൊരു ക്യൂ ആണ് എല്ലാ ദിവസവും അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ക്യൂ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതിന് ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പോകുന്ന ഡേറ്റും ടൈമും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എല്ലാ ടൈമും അവൈലബിൾ ആയിരിക്കും. അതിൽ 100 രൂപയുടെ ടിക്കറ്റുണ്ട്, 300ൻ്റെ ടിക്കറ്റുണ്ട്. 100 റുപ്പീസിൻ്റെ ടിക്കറ്റ് 50 അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. 300ൻ്റെ ആണ് 175 നമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ 100ൻ്റെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. ആ ടിക്കറ്റ് എടുക്കാം. ആ ടിക്കറ്റ് എടുത്തിട്ട് പേയ്മെൻറ്റ് ഓപ്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റിൽ ആ ടൈമിൽ നമുക്ക് അവിടെ ചെന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് നിൽക്കുന്ന അത്രയും ആൾക്കാരുടെ ആ ക്യൂവിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എൻട്രി ചെയ്തിട്ട് വരുന്ന ക്യൂ ഉണ്ട്. അവിടെ ഒരു വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓൺലൈൻ്റെ സ്കാനിങ് നടത്തിയിട്ട് ആ സ്കാനിങ്ങിൻ്റെ ഉള്ളിലത്തെ ക്യൂവിലേക്ക് മാത്രം നിന്നാൽ മതി. അവിടെ തന്നെ 300ൻ്റെ ആണ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാം. 100ൻ്റെ ആണെങ്കിൽ 100ൻ്റെ ക്യൂവിൽ നിൽക്കണ പോയിന്റിലേക്കാണ് നമ്മൾ കയറ്റി വിടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ക്യൂ ഉണ്ടാവും. ഒരു ടൈമിൻ്റെ കുറച്ചും കൂടി ഡിലേ ഉണ്ട്. എന്നാൽ പോലും മറ്റേ ക്യൂവിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ഇതിൽ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ് കന്യാകുമാരി ട്രാവൽ ചെയ്യണതിന്. അതിന് പേയ്മെൻറ്റിന് ചെയ്ത് ഒരു ID വെരിഫിക്കേഷൻ്റെ കൊടുത്തു കഴിഞ്ഞ് എത്ര പേർക്കാണെന്ന് വെച്ചാൽ ഒറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് എല്ലാവരുടെയും പേര് എണ്ണം വെച്ചിട്ട് നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. ആ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ആ ബോട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ വിവേകാനന്ദ റോക്ക് ദർശന് വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റും കൂടി എടുക്കണം. അത് 30 രൂപയുടെ ടിക്കറ്റാണ്. അത് ഈ സൈറ്റിൽ വിവേകാനന്ദ ദർശൻ ഓൺലൈൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. ഈ സൈറ്റിൽ നമുക്ക് കിട്ടും. അത് അതാത് ദിവസത്തെ മാത്രമാണ് ടിക്കറ്റ് അവൈലബിൾ ആവുള്ളൂ. ഓൾറെഡി നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ടിക്കറ്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അത് നമുക്ക് അവിടെ ചെന്നിട്ടായാലും എടുത്താൽ മതി. അതിന് ചെറിയൊരു ക്യൂവേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മൾ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അതും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചെക്കിങ്ങിലേക്ക് പോയിട്ട് നമുക്ക് നേരെ റോക്കിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇത്തിരി കൂടി നമുക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് വരുമ്പോൾ നമുക്ക് ആ ക്യൂ അത്രയും നല്ലൊരു വെയിലുള്ള ഒരു ക്ലൈമറ്റും മറ്റും ആയത് കാരണം നമുക്കിത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് 30 രൂപയുടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാൻ പറ്റും. ഈ 2 ടിക്കറ്റുകളും എൻട്രിക്ക് മാത്രമാണ് നമുക്കൊരു പ്രയോറിറ്റി തരുന്നത്. റിട്ടേൺ ഒരു പ്രയോറിറ്റിയും ടിക്കറ്റുകൾ കൊണ്ട് ഇല്ല. ഈ ടിക്കറ്റുകൾ 300ൻ്റെ ആയാലും 100ൻ്റെ ആയാലും ഓൺലൈനായാലും ഓഫ്ലൈനായാലും റിട്ടേൺ വരുന്നത് ഒറ്റ ക്യൂ ആണ്. ആ ഒറ്റ ക്യൂവിൽ എല്ലാവർക്കും സെയിം പ്രയോറിറ്റിയിലാണ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് കന്യാകുമാരി യാത്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്.